Good morning, dear students. Welcome back to our online class. Today's class is our next part of our first chapter, Seasons and Time. Today we are going to discuss about time calculation. We already know that the time calculation on the basis of longitudes. ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അതറിയാം. ദെൻ ദ ഗ്ലോബ് ഹാസ് 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അല്ലെ, ഒരു ഗ്ലോബിൽ എത്രയാണ് നിങ്ങൾക്കറിയാം? ഗ്ലോബില് എത്ര ലോഞ്ചിറ്റ്യൂഡ്? 360 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. സോ ദി ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഗ്ലോബ് ഈസ് 360 ഡിഗ്രി. ഇതിന്റെ ആംഗുലർ, ഒരു ഗ്ലോബിന്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. ദെൻ അപ്പൊ ഈ ഒരു 360 ഡിഗ്രി ആണ് ആംഗുലർ ഡിസ്റ്റൻസ്. അപ്പൊ എങ്ങനെയാണ് ഇനി ഈ ഗ്ലോബിനെ ബേസ് ചെയ്ത് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്ത് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഭാഗ്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് ഈ ടൈം കാൽക്കുലേഷനിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഗ്ലോബ് ഈസ് 360 ഡിഗ്രി. ദെൻ 360 ഡിഗ്രി കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര വേണം? 24 ഹവേഴ്സ് ആണ് ആവശ്യമുള്ളത്, അല്ലെ? 24 ഹവേഴ്സ്. ദെൻ 24 ഹവേഴ്സ് മീൻസ് 1 ഡേ. ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 24 ഹവേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ 24 ഹവേഴ്സ് ഇൻ കൺവേർട്ട് ഇൻ ടു മിനിറ്റ്സ്, അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 1440 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക, അല്ലെ? ഈ ഒരു 24 ഇതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ദെൻ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 360. 1440 ഡിവൈഡഡ് ഇൻറ്റു 360. അപ്പൊ നമുക്ക് അവിടെ എത്ര കിട്ടി? ഈ 1440നെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4 മിനിറ്റ് ആണ് കിട്ടുന്നത്, അല്ലെ? 4 മിനിറ്റ്സ്. അപ്പോ 4 മിനിറ്റ്സ് കിട്ടി. ദെൻ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4 മിനിറ്റ്. 4 മിനിറ്റ് ആണ്. ഓക്കെ. ദെൻ അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് റൊട്ടേറ്റ് ചെയ്യാൻ 4 മിനിറ്റ് ആണ്. അപ്പൊ 2 ഡിഗ്രിക്ക് എത്രയായിരിക്കും? 8 ആയിരിക്കും. അങ്ങനെ പോയിട്ട് നമ്മൾ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈമാണ് വേണ്ടത്? 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 15 ഇൻറ്റു 4 എത്രയാണ് നമുക്ക് കിട്ടുക? 15 ഇൻറ്റു 4 60 minutes. That means 1 hour. 60 minutes means 1 hour. So, every 15 degree longitude, the earth needs 1 hour. So, 1 degree cover ചെയ്യാൻ 4 minute ആണ്. Then 50 degree cover ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ടൈം ആണ്? 1 hour ആണ്. അപ്പൊ നമ്മൾ ഇതെപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ഇത് 1 degree. Each 1 degree rotate the earth needs 4 minutes and each 50 degree longitude the earth needs 1 hour. അല്ലെ? ഓരോ 15 ഡിഗ്രിക്കും 1 hour. ഇത്രയാണ്. ദെൻ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് ദെൻ ആണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇനി എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അല്ലെ? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ്. വെസ്റ്റ് ടു ഈസ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ ടൈം ഇൻക്രീസസ് ഇൻ ഈസ്റ്റ് ഡയറക്ഷൻ, അല്ലെ? ഈസ്റ്റിലേക്ക് പോകും തോറും ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ റൊട്ടേറ്റ് വെസ്റ്റ്, ടൈം ഡിക്രീസസ്. അപ്പോ വെസ്റ്റിലേക്ക് പോകുമ്പോ എന്താണ്? അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈസ്റ്റ് പാർട്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മള് 0 ഡിഗ്രി ഗ്രീനിച്ച് മെറിഡിയൻ ആണ്. ഗ്രീനിച്ച് മെറിഡിയന്റെ ഈസ്റ്റ് പാർട്ടാണ് ഇത്. 0 ഡിഗ്രിയുടെ വെസ്റ്റ് പാർട്ടാണ്. ദെൻ
0 ഡിഗ്രി ഗ്രീനിച്ച് ഇതിന്റെ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുന്നു, വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം ഡിക്രീസ്. വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? സോ ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൈം ഡിക്രീസ് ഇങ്ങനെ വരുന്നത്. നോക്കാം, ഈസ്റ്റിലേക്ക് എങ്ങനെയാണ്? ഈസ്റ്റ് ടൈം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ ടൈം ഇൻക്രീസ്. Then when we move to the west part of Greenwich, so time is decrease. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഓരോ 1 ഡിഗ്രിയിലും എത്രയാണെന്നുള്ളത് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. 1 ഡിഗ്രി എന്നുള്ളത് 4 മിനിറ്റ്. എവരി 15 ഡിഗ്രി വി വാണ്ട് ടു 1 hour. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാം അല്ലെ? ഇപ്പൊ 1 ഡിഗ്രി നിങ്ങൾക്ക് അറിയാം, 15 ഡിഗ്രി അറിയാം. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഞാൻ എഴുതാം കേട്ടോ. Here is 0 degree Greenwich. 0 degree Greenwich. The Greenwich meridian ആണ്. Then this is the east part of Greenwich meridian and this is the west part of Greenwich meridian. Here is 1 degree longitude, 1 degree, and here is 2 degree longitude. Then the west part also 1 degree longitude and 2 degree longitude. അപ്പൊ ഇനി നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രീനിച്ചിലെ ടൈം ഞാനിവിടെ 9 AM. Greenwich time is 9 AM. Then calculate the time in 1 degree longitude and 2 degree longitude. 0 ഡിഗ്രിയിലെ ടൈം എന്ന് പറയുന്നത് 9 AM ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈം എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു 1 degree rotate we want 4 minutes. Then 1 degree, ഇവിടെ 1 degree, ഇവിടെ 9 ആണെങ്കിൽ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്യാണ് അല്ലെ? ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 9 AM, അതിന് കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? 4 minutes അല്ലെ? 4 minutes ആഡ് ചെയ്യണം. അപ്പോൾ 1 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, 1 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈം അപ്പൊ എന്തായിരിക്കും? 9:04 AM. Then again 2 degree longitude, 2 degree longitudeലെ 2 degree ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ ടൈം അപ്പൊ എത്രയായിരിക്കും? ദെൻ ഇവിടെ നമ്മൾ 1 ഡിഗ്രിയിൽ 4 മിനിറ്റ് ആഡ് ചെയ്തു. ദെൻ അഗെയിൻ ആഡ് 4 മിനിറ്റ്സ് അല്ലെ? പിന്നെ നമുക്ക് 4 മിനിറ്റ് കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ? ഇവിടെ നിന്നല്ല. എപ്പോഴും നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര എന്നുള്ളതാണ്, ഗ്രീനിച്ചിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഗ്രീനിച്ചിൽ നിന്ന് 2 ഡിഗ്രി എത്താൻ എത്ര ടൈം? അപ്പൊ നമ്മൾ അഗെയിൻ 4ഉം കൂടെ, ഇവിടെ എത്രയാണ്? 9:04 AM ആണ്. അപ്പൊ 2 ഡിഗ്രിയിൽ എത്തുമ്പോൾ എത്രയായിരിക്കും ടൈം? 9:08 AM. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണെന്നുള്ളത്. അപ്പൊ 1 ഡിഗ്രി ഈസ്റ്റില് 9:04 AM ആണ്, 2 ഡിഗ്രി ഈസ്റ്റില് 9:08 AM ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്തുള്ളതാ? 1 ഡിഗ്രി വെസ്റ്റ് ആൻഡ് 2 ഡിഗ്രി വെസ്റ്റ്. 1 ഡിഗ്രി വെസ്റ്റിലെ ടൈം ഇവിടെ 9 AM ആണ്. അപ്പൊ നമുക്കറിയാം വെസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ 1 ഡിഗ്രി വെസ്റ്റിലെ ടൈം എത്രയായിരിക്കും? ഇവിടെ 9 ആണ്. 9 AM നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 4 മിനിറ്റ് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പൊ 4 മിനിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈം കിട്ടുക? 8:56 AM അല്ലെ? 4 മിനിറ്റ് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 1 ഡിഗ്രിയിലെ ടൈം 8:46 AM ആണ്. ദെൻ അഗെയിൻ 2 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈം എത്രയായിരിക്കും? വീണ്ടും നമുക്ക് 4 മിനിറ്റ് മൈനസ് ചെയ്യണം. 4 മിനിറ്റ് മൈനസ് ചെയ്യുമ്പോൾ 2 ഡിഗ്രി വെസ്റ്റിലെ ടൈം എത്രയായിരിക്കും? 8:52 AM അല്ലെ? 8:52 AM ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളവിടെ ഇപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രിയിലെ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ
നമ്മൾ വെറുതെ 1 ഡിഗ്രി ടൈം പറഞ്ഞു, 1 ഡിഗ്രി 9:04 AM നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആവോ? ഇല്ല. നമ്മൾ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ, ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണോ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ ടൈമും തെറ്റിപ്പോകുന്നത് എവിടെയാണ്? 1 ഡിഗ്രി ഏതിലെ ടൈം ആണെന്ന് നമുക്കറിയില്ല. ദെൻ 1 ഡിഗ്രി ഈസ്റ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പുറത്ത് എഴുതുമ്പോൾ 1 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 2 ഡിഗ്രി വെസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതണം. അല്ലെങ്കിൽ അവിടെ അത് ടൈം കറക്റ്റ് ആവില്ല. അപ്പൊ നമുക്ക് ടൈം കിട്ടിയല്ലോ 1 ഡിഗ്രി. Then the time is Greenwich meridian is 9 AM. Then the 1 degree longitude, the time is 9:04 AM, and 2 degree longitude 9:08 AM. Then the 1 degree west, the time is 0 degree Greenwich meridian, the time is 9 AM. 1 degree west longitude, time is 8:56 AM, and 2 degree west longitude, the time is 8:52 AM. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഒരു കാൽക്കുലേഷനും കൂടി നമുക്ക് ചെയ്തു നോക്കാം. ടൈം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഗ്രീൻവിച്ചിലെ ടൈം നമുക്ക് 10 കൊടുക്കാം. ഗ്രീൻവിച്ച് ടൈം 10 AM ആണ്. ഈ 10 AM ആകുമ്പോൾ ഇനി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ പെട്ടെന്ന് ടൈം കിട്ടും. എത്രയാണ്? 10 AM ആണെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി ഈസ്റ്റ്, 1 ഡിഗ്രി ഈസ്റ്റിലെ ടൈം എത്രയായിരിക്കും? 4 മിനിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ അവിടെ എത്രയായിരിക്കും? 10:04 AM ആണ്. ദെൻ 2 ഡിഗ്രി ഈസ്റ്റ്, 2 ഡിഗ്രി ഈസ്റ്റിലെ ടൈം എത്രയായിരിക്കും? Again added 4 minutes. Again added 4 minutes. Here is the time is 1:08 AM. Then we calculate the west part of Greenwich. The west part of Greenwich, the time is 1 degree west. 1 degree west longitude time. Here is time 10 AM, and then the less അല്ലെ, ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? ഇവിടെ 10 AM ആണ്. 10ൽ നിന്ന് നമുക്ക് 4 മിനിറ്റ്സ് മൈനസ് ചെയ്യണം. എത്രയായിരിക്കും? 9:56. Okay, 9:56 AM. Then 2 degree west longitude, the time is 9:52 AM. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക 1 ഡിഗ്രി ഡിഫറൻസിൽ. നമുക്ക് അടുത്ത മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 1 ഡിഗ്രി ഇസിക്കൽ 1 ഡിഗ്രി റൊട്ടേറ്റ് 4 മിനിറ്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? Every 15 degree the earth needs 1 hour. Every 15 degree the earth needs 1 hour. അപ്പൊ ഇനി നമുക്ക് 15 ഡിഗ്രിയിൽ എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഡിഗ്രി നോക്കൂ. ഇവിടെ 0 ഡിഗ്രി Greenwich. Then this is the east part and this is the west part. Here is another one. Then again we already told that the 1 degree and 2 degree. Then ഇവിടെ ഇനി ഞാൻ അടുത്തത് വരയ്ക്കാൻ പോകുന്നത് 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. 1 ഡിഗ്രി 2 ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ 15 ഡിഗ്രി അല്ല കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട്? 3, 4, 5, 6 അങ്ങനെ 14 കഴിഞ്ഞിട്ടാണ് 15 വരുന്നത്. നേരെ 15 അല്ല. അപ്പൊ നേരത്തെ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് അറിയാനുള്ളത് 15 ഡിഗ്രിയിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. ദെൻ ഇവിടെയും ഇതേപോലെ തന്നെ ഞാൻ അടുത്തത് എഴുതി. വെസ്റ്റ് പാർട്ടില് ഇവിടെയാണ് നമ്മളുടെ എന്തുള്ളത്? 15 ഡിഗ്രി ഉള്ളത്. ഇവിടെ 15 ഡിഗ്രി ഈസ്റ്റ് ഉണ്ട്, 15 ഡിഗ്രി വെസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 15 ഡിഗ്രിയിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ? The Greenwich time is 6 AM. Greenwich time is 6 AM. ഗ്രീനിച്ചിലെ ടൈം എന്ന് പറയുന്നത് 6 AM ആണ്. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം എത്രയായിരിക്കും? ദെൻ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. 1 ഡിഗ്രി 2 ഡിഗ്രി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എത്രയായിരിക്കും ടൈം വരിക? 6 AM. ഇവിടെ 6:04 AM and 6:08 AM അല്ലെ? 6:04, 6:08 AM ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രിയിൽ എത്രയായിരിക്കും സമയം? ഇപ്പൊ 3യില് ഇനി ഓരോ 4 മിനിറ്റും നമ്മൾ പോലെ 3 ഡിഗ്രിയിൽ എത്തുമ്പോൾ എഗെയിൻ 4 മിനിറ്റ് വരും. അപ്പോ നമുക്ക് ഇത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം 15 ഡിഗ്രി എന്നുള്ളത് ഏതാണ്?
1 hour. 15 degree rotate the earth need 1 hour എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ the Greenwich time is 6 AM. ഗ്രീനിച്ചിലെ സമയം 6 AM ആണെങ്കിൽ 1 hour കൂട്ടുക. 1 hour നമ്മൾ ഇൻക്രീസ് ചെയ്തു 15 ഡിഗ്രിയിൽ എത്തുമ്പോൾ എത്രയായിരിക്കും ടൈം? 7 AM ആയിരിക്കും അല്ലേ? 7 AM. നമ്മൾ 6ന്റെ കൂടെ 1 മണിക്കൂർ കൂട്ടി, അപ്പൊ 7 AM ആണ്. ദെൻ ഇനി വെസ്റ്റ് പാർട്ട്. ദെൻ വെസ്റ്റ് പാർട്ട് 1 ഡിഗ്രി അറിയാലോ, 6 AM നിന്ന് മൈനസ് 4 മിനിറ്റ്സ് ആയാൽ എത്രയായിരിക്കും? 5:56 ആയിരിക്കും. ദെൻ 2 ഡിഗ്രി 5:52. ഇനി അത് നമുക്കറിയാം. ഇനി 15 ഡിഗ്രിയിലാണ് നമുക്ക് വേണ്ടത് അല്ലേ? 15 ഡിഗ്രിയിൽ ഇവിടെ നമ്മൾ 1 മണിക്കൂർ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ 1 മണിക്കൂർ കൂട്ടി നമ്മൾ 7 AM നമുക്ക് കിട്ടി. എന്നാൽ ഇവിടേക്ക് വെസ്റ്റ് പാർട്ട് ഓഫ് ഗ്രീൻവിച്ച് എന്ത് ചെയ്യണം? നമുക്ക് ഈ 1 മണിക്കൂർ മൈനസ് ചെയ്തിട്ടുള്ള ടൈമാണ്. ഇവിടെ 6 AM ആണ്. ഇപ്പോൾ 15 ഡിഗ്രി വെസ്റ്റിൽ എത്തുമ്പോൾ എത്രയായിരിക്കും സമയം? 5 AM അല്ലേ? 1 hour മൈനസ് ചെയ്തു. ദെൻ ദ ടൈം ഈസ് 15 degree east longitude time is 7 AM and 15 degree west longitude the time is 5 AM. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ 15 ഡിഗ്രിയിലാണല്ലോ ചെയ്തത്. അടുത്തത് നമുക്ക് 15, 13 വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ദെൻ ഗ്രീനിച്ച് ടൈം 0 ഡിഗ്രി. ഇപ്പോൾ 1 ഡിഗ്രി 2 ഡിഗ്രി ഒന്നും ഞാൻ വരയ്ക്കുന്നില്ല കേട്ടോ, നേരിട്ട് എത്രയാണ്? 15 ഡിഗ്രി. ദെൻ ഹിയർ ഈസ് 30 ഡിഗ്രി. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് 15 ഡിഗ്രി and 30 degree. You already know that this is the east part of Greenwich and this is the west part of Greenwich. Then the time is Greenwich. Then the time is 9 AM. 9 AM in Greenwich. Then what is the time in 15 degree longitude? ഇവിടെ നമ്മൾ 9 AM ആണ് ഗ്രീനിച്ചിലെ ടൈം. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈം എന്തായിരിക്കും? നിങ്ങൾക്കറിയാം അല്ലേ? ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താ പറയുന്നത്? 1 hour. 15 ഡിഗ്രി ആണ്. ഇവിടെ 1 ഡിഗ്രി 2 ഡിഗ്രി അല്ല നമ്മൾ എഴുതിയിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. 0 ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഏതാണ്? 15 ഡിഗ്രിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 9 AM അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? പ്ലസ് 1 hour. അപ്പോൾ എത്രയായിരിക്കും? 15 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ടൈം ഈസ് 10 AM. ദെൻ 30 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ 13 ഡിഗ്രി ഈസ്റ്റിൽ എത്രയായിരിക്കും സമയം? നമ്മൾ നേരത്തെ 1 ഡിഗ്രി 2 ഡിഗ്രി വന്നപ്പോൾ 4 മിനിറ്റ് ആണ് ആഡ് ചെയ്തു പോയത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അപ്പൊ എത്ര ആഡ് ചെയ്യണം? 1 hour ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് 15 ഡിഗ്രിയിൽ നമ്മൾ 1 hour, ഇവിടെ 9 AM ആയപ്പോൾ 1 hour ആഡ് ചെയ്തു, 10 AM ആയി. അപ്പൊ 30 ഡിഗ്രിയിൽ നമ്മൾ എഗെയിൻ ആഡ് 1 hour. 10 AM എന്നുള്ളത് 30 ഡിഗ്രിയിൽ എത്തുമ്പോൾ എത്രയായിരിക്കും? 11 AM. ഇനി നമുക്ക് വെസ്റ്റിലെ ടൈം കാണണ്ടേ? വെസ്റ്റ് അല്ലേ? 15 ഡിഗ്രി വെസ്റ്റിലെ ടൈം 9 AM ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇൻക്രീസ് ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും 1 hour. അപ്പൊ 9 AM എന്നുള്ളത് 15 ഡിഗ്രിയിൽ 9ൽ നിന്ന് 1 മൈനസ് ചെയ്തു. അപ്പൊ അവിടെ ടൈം എത്രയായിരിക്കും? 8 AM അല്ലേ? 8 AM ആയിരിക്കും. ഇനി 13 ഡിഗ്രിയിൽ അപ്പൊ എത്രയായിരിക്കും? 30 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് എഗെയിൻ ലെസ് 1 hour. പിന്നെ നമുക്ക് 1 hour ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടാം? 7 AM. ഇപ്പോൾ 15 ഡിഗ്രി 13 ഡിഗ്രി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഓരോന്നിലും 1 hour. ദെൻ ടൈം 10 AM, 11 AM. ഇവിടെ ആണെങ്കിൽ 15 ഡിഗ്രിയിൽ 8 AM, ദെൻ 7 AM. ഇത്ര കിട്ടി അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ രീതിയിലുള്ള ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇനി അടുത്തത് ഈ AM മാറ്റിയിട്ട് PMന്റെ ഒരു മോഡൽ നമുക്ക് പറയാം. ഒന്നുകൂടെ ഞാൻ ലോഞ്ചിറ്റ്യൂഡ്സ് ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. 30 ഡിഗ്രി. ഇനി 45ന്റെ ഡിഫറൻസിൽ 15ന്റെ ഡിഫറൻസിൽ 30 കഴിഞ്ഞാൽ അടുത്ത ലോഞ്ചിറ്റ്യൂഡ് എത്രയാ വരുന്നത്? 45 ഡിഗ്രിയാണ് വരുന്നത്. അടുത്തത് എത്രയാ വരുന്നത്? 60 ഡിഗ്രി. ദെൻ ഇവിടെ ഞാൻ ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കാൻ പോവാണ്. 45 ഡിഗ്രി, ദെൻ
60 ഡിഗ്രി. ഇത്രയല്ല, ലോഞ്ചിറ്റ്യൂഡ്സ് നമുക്കറിയാം എത്ര വരെ ഉണ്ട്. ഗ്രീനിച്ചിന്റെ ഈസ്റ്റിലേക്ക് 180 വരെ അങ്ങോട്ടും ഉണ്ട്, 180 വരെ ഇങ്ങോട്ടും ഉണ്ട്. 15 ഡിഗ്രി ഡിഫറൻസിൽ അല്ലെ. എല്ലാം ഞാൻ ഇവിടെ വരയ്ക്കുന്നില്ല, എല്ലാം വരയ്ക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എക്സാമ്പിൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്രീനിച്ചിലെ ടൈം ഇവിടെ ഞാൻ 0 ഡിഗ്രി ഗ്രീനിച്ചിലെ ടൈം കൊടുക്കുന്നത് 1 PM ആണ്. 1 PM. ശ്രദ്ധിക്കുക, ഈ ഒരു AM PM എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ അതിന്റെ കൂടെ AM ആണോ PM ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് എഴുതണം. AM PM എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് എഴുതിയില്ലെങ്കിലും നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ഇവിടെ 0 ഡിഗ്രി ഗ്രീനിച്ചിലെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 PM. Then calculate the time in 15 degree longitude. 15 degree longitude east, അല്ലെ? 15 degree east longitude time. 15 degree east longitude time is then 1 PM add 1 hour. എത്രയാണ്? ഒന്നിന്റെ കൂടെ +1 കൂടെ 2 PM. 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം എന്ന് പറയുന്നത് 2 PM ആയിരിക്കും. ദെൻ 30 ഡിഗ്രിയിൽ അപ്പോൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ഈസ്റ്റിലെ ടൈം 3 PM. ദെൻ 45. അപ്പൊ അങ്ങനെയാണെങ്കിൽ 45 ഡിഗ്രി ഈസ്റ്റിലെ ടൈം പിന്നെ നമുക്ക് എന്താ ആഡ് ചെയ്യണം? 45 ഡിഗ്രിയിലെ ഈസ്റ്റിലെ ടൈം ഇവിടെ നമുക്ക് 2 കിട്ടി, ഇവിടെ 3 കിട്ടി. അപ്പൊ 45-ൽ എത്തുമ്പോൾ എത്രയായിരിക്കും? 4 PM അല്ലെ? 4 PM ആണ്. ഒന്നും കൂടി ഉണ്ട് ഇവിടെ, 60 ഡിഗ്രിയും കൂടി ഉണ്ട്. അപ്പൊ 60 ഡിഗ്രി ഈസ്റ്റിലെ ടൈം അപ്പൊ എത്രയായിരിക്കും? 5 PM. അപ്പൊ നമുക്ക് ടൈം കിട്ടിയോ? 1 അവർ ഇങ്ങനെ ആഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടെ 2 PM, 3 PM, 4 PM, 5 PM കിട്ടി. ഇനി അങ്ങോട്ട് എന്താണ്? ഓരോ ഇതിലും 1 അവർ കൂടിയിട്ട് വരും. ഇനി നമുക്ക് അടുത്തത് എന്താണ്? വെസ്റ്റ് പാർട്ട് അല്ലെ. The time is Greenwich meridian is 1 PM. What was the time in 15 degree west longitude? 15 degree west longitude-ലെ ടൈം എത്രയായിരിക്കും? 1 PM. 1 PM in Greenwich meridian. The time is 15 degree west longitude. 15 degree west longitude. Here is one important thing, that is PM. PM change to AM. എത്രയാണ്? 1 hour minus. 1 hour മൈനസ് ആണ്. അപ്പൊ ഇവിടെ 1 hour മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 1 PM എന്നുള്ളതിൽ നിന്ന് 1 hour മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം അവിടെ എത്രയായിരിക്കും? 12 കിട്ടുക. 12 എന്താണ്? AM ആണോ PM ആണോ? അവിടെ AM ആണ് വരിക അല്ലെ. 12 AM ആണ് വരിക. Then again we minus 1 hour. Then 30 degree west longitude, the time is 11 AM. Then 45 degree west longitude, the time is 10 AM. Then 60 degree west longitude, 60 degree west longitude, the time is 9 AM. അപ്പൊ കണ്ടോ ഡിഫറൻസ് കണ്ടോ? ഇവിടെ നമുക്ക് എന്തായി? ഈ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ ഗ്രീനിച്ചിലെ 1 PM എന്നുള്ള സമയം ഈസ്റ്റിലേക്ക് പോകുമ്പോൾ PM തന്നെയാണ്, PM വന്നു. പക്ഷെ നമ്മൾ വെസ്റ്റിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറി? ഈ PM ഉള്ളത് AM ആയിട്ട് മാറി. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുതുമ്പോൾ. ഈ 2 കാര്യങ്ങളും നമ്മൾ എഴുതാൻ മറക്കരുത്. ഇത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, വേറൊരു മോഡലായിട്ടുള്ളത്. ഇവിടെ നമുക്ക് 0 ഡിഗ്രി ഗ്രീനിച്ച് തന്നിട്ടുണ്ട്. ദെൻ ഹിയർ ഈസ് 50 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് ഹിയർ ഈസ് 40 ഡിഗ്രി വെസ്റ്റ്. 40 degree west longitude. Then the time is Greenwich meridian is 8 AM. Then calculate the time in 50 degree east longitude and calculate the time 40 degree west longitude. അപ്പോൾ നമ്മൾ 8 AM ആണ് ഗ്രീനിച്ചിലെ ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം, 40 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വരച്ച് ചെയ്യാം അല്ലേ. വരച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, വരച്ച് ചെയ്യാം. പക്ഷെ എന്താണ്, അത് കുറച്ചുകൂടി പ്രയാസമാണ്. നമുക്ക് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡ്സുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അത് പ്രയാസമാണ്. ഇപ്പോൾ ഇവിടെ 50 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ 175 ഓർ 135 ഈസ്റ്റ് ആണ്. അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് 180 ആണ്, അല്ലെങ്കിൽ 120 ആണ് വെസ്റ്റ്. ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പ്രയാസമാണ് അല്ലേ അത് ചെയ്യാൻ. അപ്പൊ അതിന് പകരം അങ്ങനെ വരച്ച് ചെയ്യുന്ന പ്രയാസമുള്ളതിന് പകരം നമ്മളൊരു വേറൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദെൻ the Greenwich time is 8 AM. Then the calculate time in 50 degree east longitude and 40 degree west longitude. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണോ, നമുക്ക് എവിടെയാണ് ആദ്യം കണ്ടുപിടിക്കാനുള്ളത്, 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈമാണ് കണ്ടുപിടിക്കാനുള്ളത്. 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 50 ഡിഗ്രിയെ 15 ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യുക 4. 50 ഡിഗ്രിയെ മൾട്ടിപ്ലൈ ചെയ്യുക 4 കൊണ്ട്. 4 എന്നുള്ളത് എന്താണ്, 1 ഡിഗ്രി റൊട്ടേറ്റ് ദ എർത്ത് നീഡ്സ് 4 മിനിറ്റ്സ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുക, 200 ആണ് കിട്ടുക അല്ലേ, 200. അപ്പോൾ ഇവിടെ 200 മിനിറ്റ്സ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് 200 മിനിറ്റ്സ് കിട്ടുമ്പോൾ ആ 200 മിനിറ്റ്സിനെ നമുക്ക് ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 200നെ ഡിവൈഡഡ് ഇൻറ്റു 60 മിനിറ്റ്സ് അല്ലേ, ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. 200 ഡിവൈഡഡ് ഇൻറ്റു 60. അപ്പോൾ ഈ 200നെ 60ലേക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ 200 ഡിവൈഡഡ് ഇൻറ്റു 60. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇവിടെ എങ്ങനെ എഴുതും അല്ലേ, 260 എന്നുള്ളത് എഴുതിയിട്ട് എഴുതിയിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു 6ന്റെ ടേബിള് നമുക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ പോയി ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അല്ലേ. ഇപ്പൊ 6ന്റെ ടേബിൾ അറിയാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 20 എത്ര പ്രാവശ്യമാണെന്ന് നോക്കാം അല്ലേ. 6ന്റെ എത്ര പ്രാവശ്യം, നമുക്ക് 6 3 18 അല്ലേ, 3 പ്രാവശ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 3 6 3 18 നമ്മൾ ഇവിടെ എഴുതി അല്ലേ, 18 ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൽ ബാലൻസ് എത്രയുണ്ട്, 2 ഉണ്ട്. ആ 2 ഉണ്ട്. പിന്നെ ഈ 0 ഇവിടെ നമ്മൾ ഇറക്കിയിടും ചെയ്തു, 0 ഇട്ടു. അപ്പൊ നമുക്ക് ഇവിടെ 3 കിട്ടി. ഈ 3യെ നമ്മൾ ഹവേഴ്സ് ആയിട്ട് എടുക്കുക അല്ലേ. അവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്രയാണ്, 3 ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇതിന് 3 ഹവേഴ്സ് എന്നുള്ളത് എഴുതി. ഇനി നമുക്ക് അടുത്ത ഈ 20യെ പിന്നെ നമ്മൾ എന്താണ്, പിന്നെ നമ്മൾ അത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. 20യെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 3 ഹവേഴ്സ് ആൻഡ് ഈ 20 കിട്ടിയതിനെ നമുക്ക് മിനിറ്റ് ആയിട്ട് എഴുതാം അല്ലെ. 3 ഹവേഴ്സ് ആൻഡ് 20 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 3 ഹവേഴ്സും 20 മിനിറ്റ്സും കിട്ടി അല്ലെ. 200 ഡിവൈഡഡ് ഇൻറ്റു 60. അപ്പൊ അതേ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്യാം അല്ലെ. ഇവിടെ നമുക്ക് 6ന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി എത്രയാണ് നമുക്കുള്ളത്, 3. ബാക്കി ഇതിൽ എത്രയുണ്ട്, 18 ആണ്, 19 20 2 ഉണ്ട്. ആ 2 ഇവിടെ, ഈ 2ഉം ഈ 0യും 20 മിനിറ്റ്സ് അല്ലെ. ഇങ്ങനെ 3 ഹവേഴ്സ് 20 മിനിറ്റ്സ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയോ, 50 ഡിഗ്രി ഈസ്റ്റിൽ ആൻസർ കിട്ടിയോ, ഇല്ല, ആൻസർ കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, 0 ഡിഗ്രിയും 50 ഡിഗ്രി ഈസ്റ്റും തമ്മിലുള്ള ടൈം ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയത് അല്ലെ. 0 ഡിഗ്രി 15 ഡിഗ്രി ഈസ്റ്റും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ഹവേഴ്സ് ആൻഡ് 20 മിനിറ്റ്സ് ആണ് ഡിഫറൻസ്. ഇനി നമുക്ക് ആൻസർ വേണം. നമ്മളോട് എന്താ ടൈം ഡിഫറൻസ് ആണോ പറഞ്ഞിട്ടുള്ളത്, അല്ല, 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടാൻ പണിയുണ്ടോ, ഇല്ല. നമുക്ക് ഓൾറെഡി ഇവിടെ 8 AM എന്നുള്ളത് ഗ്രീൻവിച്ചിലെ ടൈം ഉണ്ട്. അപ്പൊ 8 AM പ്ലസ് 3 ഹവേഴ്സ് 20 മിനിറ്റ്സ്. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 8 AM-ന്റെ കൂടെ ഈ 3 ഹവേഴ്സ് 20 മിനിറ്റ്സ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 3 ഹവേഴ്സ് 20 മിനിറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം കിട്ടില്ലേ, കിട്ടും. എത്രയാണ്, 3 ഹവേഴ്സ് 20 മിനിറ്റ്സ് ആഡ് ചെയ്താൽ ഇവിടെ ടൈം എന്ന് പറയുന്നത് 11:20 AM അല്ലേ.
8ന്റെ കൂടെ നമ്മൾ 3 hours ആഡ് ചെയ്തു. പിന്നെ ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട്? 20 minutes ഉണ്ട്. അപ്പോൾ 11:20 AM ആണ് ഏതിലെ ടൈം? 15 ഡിഗ്രി ഈസ്റ്റിലെ ടൈം. ദെൻ ഇനി നമുക്ക് എന്ത് വേണം? 40 ഡിഗ്രി വെസ്റ്റിലെ ടൈം കാണണം. 40 ഡിഗ്രി വെസ്റ്റ്. അപ്പൊ ഇനി 40 ഡിഗ്രി വെസ്റ്റിലെ ടൈം കാണാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 14 × 4 ചെയ്യാം അല്ലേ? 14 × 4. ആദ്യം നമ്മൾ ഏതാണോ കണ്ടുപിടിക്കാനുള്ളത് 40 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ആണ്, അതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എത്ര നമുക്ക് കിട്ടി? ആൻസർ 160 കിട്ടി. ഇതിനെ നമുക്ക് എന്ത് വേണം? ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 160 ഡിവൈഡഡ് ഇൻറ്റു 60. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇവിടുന്ന് തന്നെ എത്രയാണ് അവേഴ്സ്, എത്ര മിനിറ്റ് എന്നുള്ളത് അറിയാലോ. 6 നമ്മൾ 16 ഇവിടെ അല്ലെ? 16. അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ടത്? 6 2 അല്ലെ? 6 2 അങ്ങനത്തെ 6 3 18. അപ്പൊ ഇവിടെ നമുക്ക് 16 ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 2 hours കിട്ടി അല്ലെ? 12. 6 2 12 കിട്ടി. പിന്നെ ബാക്കി എത്രയുണ്ട് ഇവിടെ? ബാക്കി 13 14 15 16 4 ഇല്ലേ? അപ്പോ 2 hours നമുക്ക് കിട്ടി. ആ 2 hours നമ്മൾ ഇവിടെ എഴുതി. 2 hours എഴുതി. ബാലൻസ് എത്ര ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണുള്ളത്? 40 minutes അല്ലേ ഉള്ളത്? അപ്പോ 2 hours 40 minutes. എങ്ങനെയാ കിട്ടിയെന്ന് കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു എക്സാമ്പിളിനും കൂടെ ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതി തരാൻ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷൻ ആണെന്ന് തോന്നണ്ട. 60 ഇതില് നമ്മള് 2 കിട്ടി, 12 അല്ലെ? 12 ഇവിടെ എഴുതി. 6ന്ന് 2 നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ 4 ഈ 0 നമ്മൾ ഇറക്കിയിട്ടു. അപ്പൊ ഇവിടെ നമുക്ക് 2 hours ഇവിടെ എത്ര കിട്ടി? 40 minutes. So 2 hours and 40 minutes. The time difference in 0 degree and 40 degree west is 2 hours and 40 minutes. 0 ഡിഗ്രിയും 40 ഡിഗ്രി വെസ്റ്റും തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി വെസ്റ്റ്. സോറി 2 hours and 40 minutes ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം? ടൈം ഡിഫറൻസ് കിട്ടി. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ടൈം ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ടൈം 40 ഡിഗ്രി വെസ്റ്റിലെ ടൈം എന്ന് പറയുന്നത് ഈ 8 AM. 8 AM കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വെസ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാം. വെസ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 8 AM മൈനസ് എത്ര ഡിഫറൻസ് ഉള്ളത്? 2 hours and 40 minutes അല്ലേ? ഈ 8 AM നിന്ന് 2 hours 40 minutes നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ 2 AM നിന്ന് 2 hours and 40 minutes മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 5:20 AM അല്ലേ? 5:20 AM ആണ് കിട്ടുക. 5:20 AM എങ്ങനെ കിട്ടി? 8ൽ നിന്ന് നമ്മൾ 2 കുറച്ചു അല്ലെ? 2 കുറയ്ക്കുമ്പോ 7 6 അല്ലെ? 7 6 കിട്ടി. 2 കുറച്ചു 6 ആണ് അവിടെ. 2 hours കുറയ്ക്കുമ്പോ 6 AM കിട്ടി. അപ്പൊ 6 AM കിട്ടുമ്പോൾ ചിലർ എന്ത് ചെയ്യും? നേരത്തെ എഴുതിയ പോലെ തന്നെ നേരത്തെ നമ്മള് പിന്നെ 20 minutes എന്നുള്ളത് വന്നപ്പോ 20 minutes എന്നുള്ളത് വന്നപ്പോ 11 20 20 നേരെ നമ്മൾ എടുത്തെഴുതുക ചെയ്തത്. കാരണം അവിടെ അങ്ങനെ എഴുതാം. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ടൈം കൂടുക ചെയ്യണത്, ഇവിടെ ടൈം കുറയുക ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മൾ 8ൽ നിന്ന് 2 hours 40 minutes നമുക്ക് മൈനസ് ചെയ്യാണ്ട്. അപ്പൊ 8 AM നിന്ന് 2 hours മൈനസ് ചെയ്തു 6 AM ആണ്. എഗെയിൻ വി വാണ്ട് ടു മൈനസ് 40 minutes. ഇവിടെ ഈ 6 AM നിന്ന് നമുക്ക് 40 minutes കൂടി മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുക എത്രയാണ്? 5:20 AM ആണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഈ 6 AM നിന്ന് പിന്നെയും കുറയ്ക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ 6:40 എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ടൈം കിട്ടിയത് 5:20 AM എന്നുള്ളതാണ്. അപ്പൊ 50 ഡിഗ്രി ഈസ്റ്റിലെ ടൈം എന്ന് പറയുന്നത് 11:20 AM അതുപോലെ തന്നെ 40 ഡിഗ്രി വെസ്റ്റിലെ ടൈം എന്ന് പറയുന്നത് 5:20 AM ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഏതൊക്കെ പ്രോബ്ലംസ് ആണോ ചെയ്തത് അതെല്ലാം തന്നെ നിങ്ങൾ
വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എല്ലാ പ്രോബ്ലംസും നിങ്ങൾ നോട്ടിലേക്ക് എഴുതി തന്നെ ചെയ്യണം. അത് നിർബന്ധമാണ്. ദെൻ ഇന്ന് പറയാനുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ദെൻ ആസ് യൂഷ്വൽ ഐ ആം ഗിവിംഗ് ടു ആൻ അസൈൻമെന്റ് ഫോർ യു. ദ ക്വസ്റ്റ്യൻ ഈസ് question number 1. The Greenwich time, 0 degree Greenwich time is 4 AM. 0 degree Greenwich time is 4 AM. Then calculate the time in 130 degree east longitude and calculate the time in 155 degree west longitude. This is question number 1. See, the Greenwich time is 4 AM and calculate the time 130 degree east longitude and 155 degree west longitude. Then second question, Greenwich time is 11 PM. Greenwich time is 11 PM. Then calculate the time in 45 degree east, 45 degree east longitude and the time in 125 degree west longitude. Here is the question. Question number 1. 0 degree Greenwich time is 4 AM. Calculate the time in 130 degree east and 155 degree west. The another question is 0 degree Greenwich time is 11 PM. Then calculate the time in 45 degree east longitude and 125 degree west longitude. That's all for today. Thank you for listening my class.